സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റുകളായിട്ട് രണ്ടൊരു മുയലിന്റെ പല്ലിലൊരുത്തിയിടല്ല ഈ തള്ളനെയും ഒരു പൊണ്ണുമ്പുള്ള ഉണ്ടായിരുന്നല്ല. ആ കുടുംബം ആശ്രയിച്ചിരുന്നത് ഒറ്റ മകനായ ദീപക്കിലാണ്. ഇനി ഇത് നിരപരാധിയാണെന്ന് തെളിഞ്ഞാല്, ദീപക് നിരപരാധിയാണെങ്കിൽ ദീപകിനെ നമുക്ക് തിരിച്ചു കിട്ടോ? അതാണ്. ഇനി നാളെ ഒരു ദീപക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നാളെ ആ പെൺകുട്ടി നിരപരാധിയാണെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കും. നമ്മുടെ ശരീരത്ത് അനാവശ്യമായിട്ട് ടച്ചിങ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കണം. വീണ്ടും വീണ്ടും കേരളത്തിലെ ഈ പറയുന്ന നാനാകോടി ജനങ്ങളുടെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ചേച്ചിയുടെ മാനസികാവസ്ഥ എല്ലാം വളരെ ആക്റ്റീവായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ബസ്സിൽ നമ്മൾ അങ്ങനെ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യമില്ല. ന്യായമല്ലത്, ന്യായമല്ല. ഒരു പെർസ്പെക്റ്റീവ്, നമ്മൾ വേറൊരു കാഴ്ചപ്പാട് പറയുന്നു. എനിക്ക് കുട്ടികളുണ്ട്, അവര് ബസ്സിനെ സാമാന്യ ബോധമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്തതാണെന്ന്. ഞങ്ങൾ സാധാരണക്കാരാണ്, സമൂഹവുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നവരുമാണ്. അപ്പൊ ആവർത്തിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നി ആ കുട്ടി അങ്ങോട്ട് കയറി ചെന്ന് അദ്ദേഹവുമായിട്ട് ടച്ച് ചെയ്യാൻ ഭാഗത്തിന് നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ട് തോന്നിയത്. ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വന്നേക്കാണ് ഈ ഒരു ഇത്തരത്തിലുള്ള വീഡിയോസ്. അതായത് ബസ്സിൽ കയറുക, ആളുകളുടെ അടുത്ത് പോയിട്ട് സംഭവം നാച്ചുറലായിട്ട് സംഭവിച്ചേക്കുന്ന കാര്യങ്ങളുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ ഉപദ്രവിച്ചേക്കുന്ന വീഡിയോ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, എല്ലാവരും പ്രതികരിക്കണം, ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ ആളുകൾ. എക്സാക്ട്ലി. തലക്ക് വെളിവുള്ള കുറച്ച് ചേച്ചിമാരെ കൂടെ ഈ ഷോയിലേക്ക് വിളിച്ചതിന് ഒരുപാട് താങ്ക് യു. ഇവളെല്ലാം എന്തിനാ ഇങ്ങനത്തെ ഷോയിൽ വിളിച്ചിട്ട് ഉണന്നിട്ട് ബാക്കിയിലെ പണങ്ങൾക്കും കൂടെ ഈ ചീത്ത വിളിപ്പിച്ച് ഇരുന്ന് പരിപാടിക്കെല്ലാം വിളിച്ച് കയറുന്നതിനാ? ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ കൂടെ ആ മരിച്ച ആള് നിരപരാധി ആണോ എന്ന് അറിയുന്നതിന് മുന്നേ അവൻ ചത്താൻ നന്നായി. ഇപ്രാവശ്യം ഓപ്പോസിറ്റ് ആയിട്ട് നടക്കണം. എപ്പോഴും അതിജീവിതല്ലേ ചാവല്, ഇപ്രാവശ്യം ഇവൻ ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിട്ടോളല്ലേ ഇവള്. ഇവളെല്ലാം എന്നാ വേണ്ട നല്ല ചാട്ടവർ കൊണ്ട് അടിക്കണം, കുണ്ടി അടിച്ച് മുളിക്കണില്ല എല്ലായിടത്തും.